ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. അധ്യായം 7 ജ്ഞാനവിജ്ഞാനയോഗം. ശ്ലോകം 13. ത്രിഭിർഗുണമയൈർഭാവൈരേഭിഃ സർവമിദം ജഗത് മോഹിതം നാഭിജാനാതി മാമേത്യഃ പരമവ്യയം. വിവർത്തനം. ത്രിഗുണങ്ങളാൽ സത്വം, രജസ്, തമസ് വ്യാമോഹിതമായ ഈ ലോകം ഇവയ്ക്ക് അതീതനും അവ്യയനുമായ എന്നെ അറിയുന്നില്ല. ഭാവാർത്ഥം: പ്രകൃതിയുടെ ത്രിഗുണങ്ങളാൽ വശീകരിക്കപ്പെട്ടതാണ് ഈ ലോകം. അങ്ങനെ ത്രിഗുണങ്ങളാൽ വ്യാമോഹത്തിൽപ്പെട്ടവർക്ക് ശ്രീകൃഷ്ണൻ ഈ ഭൗതിക പ്രകൃതിക്ക് അതീതനും സർവേശ്വരനുമാണ് എന്ന് അറിഞ്ഞുകൂടാ. പ്രകൃതിക്ക് അധീനനായ ഓരോ ജീവാത്മാവിനും ഓരോ വിധത്തിലുള്ള ശരീരാകൃതിയും പ്രത്യേക രീതിയിലുള്ള മാനസികവും ശാരീരികവുമായ പ്രവർത്തനങ്ങളുമുണ്ട്. ഈ 3 ഭൗതിക ഗുണങ്ങളിൽ പ്രവർത്തിക്കുന്ന 4 വിഭാഗം മനുഷ്യരുണ്ട്. സത്വഗുണം മാത്രമുള്ളവരെ ബ്രാഹ്മണന്മാരെന്ന് വിളിക്കുന്നു. പൂർണ്ണമായും രജോ ഗുണത്തിലുള്ളവരെ ക്ഷത്രിയരായും രജസ് തമോ ഗുണങ്ങൾക്ക് അധീനരായവരെ വൈശ്യരായും വെറും തമോ ഗുണം മാത്രമുള്ളവരെ ശൂദ്രരായും വിളിച്ചു പോരുന്നു. അവരിലും താഴേക്കിടയിലുള്ളവർ മൃഗങ്ങളോ മൃഗപ്രായരോ ആണ്. എന്നാൽ ഇവയൊന്നും സ്ഥിരമല്ല. നാം ബ്രാഹ്മണനോ ക്ഷത്രിയനോ വൈശ്യനോ ശൂദ്രനോ ആരുമാകട്ടെ, ഈ ജീവിതം ക്ഷണികമാണ്. മാത്രമല്ല, അടുത്ത ജന്മത്തിൽ ആരാവാൻ പോകുന്നു എന്നറിയാനും വയ്യ. എന്നിട്ടും മായാശക്തിക്ക് വശംവദരായി നമ്മൾ സ്വയം ദേഹാത്മഭാവന കൈക്കൊണ്ട് അമേരിക്കൻ, ഇന്ത്യൻ, റഷ്യൻ, ബ്രാഹ്മണൻ, ഹിന്ദു, മുസ്ലിം എന്നിങ്ങനെയൊക്കെ വിചാരിക്കുന്നു. ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളിൽ അകപ്പെട്ടു പോവുകയാൽ ഇവയ്ക്കെല്ലാം പിന്നിൽ നിൽക്കുന്ന പരമപുരുഷനെ നാം മറന്നു പോവുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് ത്രിഗുണങ്ങളാൽ വ്യാമോഹിതരായവർ ഭൗതിക പശ്ചാത്തലത്തിനു പിന്നിലുള്ള തന്നെ ഭഗവാനെ അറിയുന്നില്ലെന്ന് കൃഷ്ണൻ പറയുന്നത്. ജീവാത്മാക്കൾ അനേക വിധത്തിലുണ്ട്. മനുഷ്യർ, ദേവന്മാർ, മൃഗങ്ങൾ എന്നിങ്ങനെ. അവയിൽ ഓരോന്നും ഭൗതിക പ്രകൃതിക്ക് അധീനരാണ്. അതീന്ദ്രിയനായ ഭഗവാനെ മറന്നുപോയവരുമാണ്. രാജസ താമസ സ്വഭാവികൾക്ക്, എന്തിന് സാത്വികന്മാർക്ക് പോലും പരമസത്യത്തിൻ്റെ അവ്യക്തഗത ബ്രഹ്മബോധത്തിനപ്പുറം പോകാൻ കഴിയുന്നില്ല. സൗന്ദര്യം, ഐശ്വര്യം, ജ്ഞാനം, ബലം, യശസ്, ത്യാഗം എന്നിവ തികഞ്ഞ പുരുഷാകാരം പൂണ്ട ഭഗവാന്റെ മുമ്പിൽ അവർ അമ്പരന്ന് പോവുകയുള്ളൂ. സാത്വികന്മാർക്ക് പോലും ഭഗവാന്റെ വ്യക്തിഭാവം അറിയാൻ സാധിക്കില്ലെന്നിരിക്കെ രജസ് തമോധീനർക്ക് അതെങ്ങനെ സാധിക്കും? പ്രകൃതിയുടെ ഈ 3 ഗുണങ്ങൾക്കും അതീതമാണ് കൃഷ്ണാവബോധം. കൃഷ്ണാവബോധത്തിൽ സ്ഥിരനിഷ്ഠരായവർ മാത്രമാണ് യഥാർത്ഥത്തിൽ മുക്തി നേടുന്നത്. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു.